എഞ്ചിനീയറിംഗ് എൻ്റർപ്രണർഷിപ്പ് IPRൻ്റെ മൊഡ്യൂൾ 4 ഫോർത്ത് ടോപ്പിക്കായ അഡ്വൈസർ ആൻഡ് മെൻറ്റേഴ്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വൈസറാണ്. അപ്പോൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് അഡ്വൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് അഡ്വൈസർ സ്പെഷ്യലൈസ്ഡ് റോൾ ഫോക്കസ്ഡ് ഓൺ ഗൈഡിങ് ദ ക്രിയേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് റീഫൈൻമെൻറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് പ്രോട്ടോടൈപ്സ്. അതായത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ കോളേജിൽ നമ്മുടെ പ്രൊജക്റ്റ് ഉണ്ടാവില്ല, ഫൈനൽ ഇയർ പ്രൊജക്റ്റ്. അപ്പോൾ അതിനൊരു ഗൈഡ് ഉണ്ടാവും. അതൊരു നമ്മുടെ പ്രോട്ടോടൈപ്പ്, നമ്മളൊരു മോഡലാണല്ലോ, പുതിയൊരു ഐഡിയനെയാണല്ലോ നറിഷ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ഐഡിയനെ കുറിച്ച് ഉണ്ടാവും, ബട്ട് അതിൻ്റെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്, അതായത് ISI മുദ്രയൊക്കെ കിട്ടണം. അതായത് ISI സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്ത്യത്തെ സ്റ്റാൻഡേർഡ് കണ്ടീഷനുകളൊക്കെ ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അതിനെയൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരണ ഒരു അഡ്വൈസർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാവുന്ന പോലെ ഇത് നമ്മൾ തുടങ്ങുന്നതിന് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ആളുടെ ലീഡർഷിപ്പ്, അപ്പോൾ എത്രത്തോളം നമുക്ക് ആൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇത് നമ്മളൊരു ഐഡിയ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. ഐഡിയ നമുക്ക് കറക്റ്റ് അതിൻ്റെ റൂൾസ് കറക്റ്റ് ഗൈഡായിട്ട് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് റോളുള്ളത് അതിൻ്റെ ഐഡിയനെ നമ്മൾ തുടങ്ങുക, അതായത് ഒരു പ്രൊജക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഒരു പ്രോട്ടോടൈപ്പായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇവരെ ഹെൽപ്പ് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്. ഏർലി സ്റ്റേജ് ഓഫ് ദി പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എൻഷുറിങ് ദ പ്രോട്ടോടൈപ്പ് അലൈൻ വിത്ത് പ്രൊജക്റ്റ് സ്പെസിഫിക്കേഷൻ, മീറ്റ് ഡിസൈൻ റിക്വയർമെൻറ്റ് ആൻഡ് ദ ക്യാൻ ബി എഫിഷ്യൻസി ട്രാൻസിഷൻ ഇൻ ടു പ്രൊഡക്ഷൻ. അതായത് ഈ പ്രോട്ടോടൈപ്പ് ഏറ്റവും ഏർലി സ്റ്റേജിലാണെന്ന് പറഞ്ഞു. അതായത് മെയിനായിട്ട് ചെയ്യുന്നത് എൻഷുറിങ് ദ പ്രോട്ടോടൈപ്പ് അലൈൻ വിത്ത് പ്രൊജക്റ്റ് സ്പെസിഫിക്കേഷൻ. അതായത് പ്രൊജക്റ്റിൻ്റെ ഒരു യുണീക്നെസ് ഉണ്ടോ, ആ ഒരു പ്രോട്ടോടൈപ്പ് നമ്മുടെ പ്രൊജക്റ്റിനായിട്ട് യുണീക്നെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഡിസൈൻ റിക്വയർമെൻറ്റ്സിനെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഡിസൈനാണോ, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ നമ്മൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണോ, അതായത് എന്താ പറയുക, നമ്മൾ പൈസ ഇറക്കണതിന് നമുക്ക് വെർത്താണോ. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പേനയാണ് ഇറക്കുന്നത് വിചാരിക്കും, 5 രൂപയ്ക്കും പേന കിട്ടും, 10 രൂപയ്ക്കും പേന കിട്ടും. പക്ഷെ അത് ഒരു ക്വാളിറ്റിയുടെ ബേസിലാണ്. നമ്മൾ ഒരു പേനയ്ക്ക് 1000 രൂപയാണ്, അത്രയും ക്വാളിറ്റി ഇല്ലാണ്ട് ഒരു ഇൻവെൻഷനൊന്നും ഇല്ലാണ്ട് ഒരു പേന തന്നെ പുതിയതിറക്കി കഴിഞ്ഞാൽ നമുക്കതില്ലല്ലോ. ഓക്കെ, അതൊരു ചെറിയൊരു എക്സാമ്പിളാണ് അത് ഉദ്ദേശിച്ചത്. An example scenario where a prototype development advice invaluable includes tech startup working on a new wearable device. ഇത് ഇവരെന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇവിടെ വരെയാണ് പ്രോട്ടോടൈപ്പ് ഡെവലപ്പർ അഡ്വൈസറിൻ്റെ റോളുള്ള ഇതൊരു എക്സാമ്പിളാണ്. എക്സ്പെർട്ടൈസ് ഇൻവാല്യുബിൾ. ഒരു ടെക്ക്, അതായത് ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ബാൻഡോ ബ്ലൂടൂത്ത് സ്പീക്കർ, ബ്ലൂടൂത്ത് ഇയർബഡ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലത്തെ ദ അഡ്വൈസർ വുഡ് ഓവർസീ ദ ഡിസൈൻ പ്രോസസ്, സജസ്റ്റ് എ മെറ്റീരിയൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ക്രിയേഷൻ ആൻഡ് കോർഡിനേറ്റ് ടെസ്റ്റിംഗ് ഫേസസ് ടു ഇവാലുവേറ്റ് പ്രൊഡക്ട്സ് ഫംഗ്ഷൻ, യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ഡ്യൂറബിലിറ്റി അണ്ടർ റിയൽ വേൾഡ് കണ്ടീഷൻ. അതായത് നമ്മളൊരു ചെറിയ പ്രോട്ടോടൈപ്പ് നമ്മൾ ആദ്യം കുറച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കും, അങ്ങനെ അതിൻ്റെ എക്സ്പീരിയൻസ് പിന്നെ ഡ്യൂറബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ഫൈനലായിട്ട് അവരാണ് പറഞ്ഞുതരിക. ഓക്കെ, കോർ ഫങ്ഷൻ ഓഫ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് അഡ്വൈസർ ഓവർസീയിങ് ദ പ്രോട്ടോടൈപ്പ് ഡിവൈസ്. അതായത് ദീർഘവീക്ഷണത്തോടു കൂടി ഈ പ്രൊഡക്റ്റിന് ഇത്രത്തോളം നല്ലതാണ്, ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ധാരണ ആൾക്കുണ്ടാവും. കാരണം അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരാളുടെ അണ്ടറിൽ നമ്മൾ എൻജിനീയർ എന്ന രീതിയിൽ നിൽക്കേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾ ഗൈഡിങ് എ ടീം ത്രൂ ദ CAD ഡിസൈൻ ടു പ്രോസസ് എ ന്യൂ ഓട്ടോമേറ്റീവ് പാർട്ട്. ഓക്കെ, CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഈ ഡിസൈൻ പ്രോസസ്സിൽ പുതിയതായിട്ടൊരു ഓട്ടോമേറ്റീവ് പാർട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഗൈഡ് ചെയ്യണതാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇതാണ് എക്സാമ്പിൾ. ഇനി സിനാറിയോ നോക്കുമ്പോൾ ദ അഡ്വൈസർ ഇൻഷുറിംഗ് ദാറ്റ് പ്രോട്ടോടൈപ്പ് ഡിസൈൻസ് മീറ്റ് ദ ബോത്ത് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഓർ ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ നിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ സ്പാർക്കോ വലിയൊരു അപകടത്തിലേക്കാണ് അത് മുന്നോട്ട് വയ്ക്കുക. ഓക്കെ, അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അതേ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട് അതേ റിക്വയർമെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു ഇൻവെൻഷനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇന്നോവേഷൻ ഒപ്റ്റിമൈസിങ് ദ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഇത് ഡിസൈനും വില കുറവും അല്ലെങ്കിൽ എക്കണോമിക്കലി നമുക്ക് പറ്റണ സാധനമാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ മാനുഫാക്ചറും ഡിസൈനിങ്ങും അതിൻ്റെ പെർഫോമൻസ് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓട്ടോമൊബൈലിലൊക്കെ വരുമ്പോൾ. ഓക്കെ, ഇനി പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് മെറ്റീരിയൽ സെലക്ഷൻ.
prototyping and material selection. Example, selecting a material and 3D printing techniques for customized drone frame. Okay, here the advisor evaluates. ഇതൊരു സിനാറിയോ ആണ്, ഇത് എക്സാമ്പിൾ ആണ്. ഈ പോയിന്റ്സ് ഒക്കെയാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, advice evaluates various materials for the weight, strength and cost effectiveness, advising on the best 3D printing methods to achieve desired balance between durability and lightweight design. ഇതിപ്പോൾ ഒരു പുതിയൊരു ഡ്രോണാണ് ഉണ്ടാക്കണത്. ഇത് 3D പ്രിൻറ്റിങ് വെച്ചിട്ട് 3D പ്രിൻറ്റിങ് എന്താണെന്ന് അറിയാം, നമ്മൾ സൈസും അതൊക്കെ വെച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, മെറ്റീരിയൽസൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കണം ഡിസൈഡ് ആയിട്ടുള്ള ഡ്യൂറബിലിറ്റിയും, അതായത് ലോങ് ലൈഫും വേണം. ഡ്യൂറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലൈഫ് ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഡ്രോണൊക്കെ നല്ല എയറിലൊക്കെ പറക്കുന്നത് സാധനമായതുകൊണ്ട് അതിന് നമ്മുടെ വെയിറ്റ് ഒന്നും അത്ര ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. എക്സാമ്പിൾ, കോർഡിനേറ്റിംഗ് the testing session for a new mobile app interference. Okay, the advisor sets up a testing center to gather user feedback on their usability, identifying and areas of improve to before the final launch. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബീറ്റ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വലിയ കമ്പനീസ് മുതൽ ചെറിയ കമ്പനീസ് മുതൽ കസ്റ്റമേഴ്സിനായിട്ടുള്ള ഇൻട്രാക്ഷൻ കൊടുക്കുന്നതിന് ശേഷമാണ് അവർ ഫൈനലൈസ് ആയിട്ട് അതൊരു അപ്ഡേഷൻ പോലെ കൊണ്ടുവരുള്ളൂ. ആദ്യം 1-2 ബീറ്റ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്തിട്ട് എറർ അങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്ത് പറയാനാണ്. അതുപോലെ തന്നെ ചില അക്കൗണ്ട്സിൽ, ഇൻസ്റ്റാഗ്രാമിലായാലും ചില അക്കൗണ്ട്സിലൊക്കെ അപ്ഡേറ്റ്സ് വരാറുണ്ട്. ആദ്യം ഫസ്റ്റ് ഒരാഴ്ച ഈ ഒരു അക്കൗണ്ടിൽ വരും, പിന്നെ അങ്ങനെയൊക്കെ വരുന്ന കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, കറക്റ്റ് അറിയില്ല. അതുപോലെ ഈ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു ടെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനൊക്കെ വെച്ചിട്ട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരണമെന്നൊക്കെയുള്ള ഇതാണ് ഈ മൂന്നാമത്തെ, അതായത് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് അഡ്വൈസറുടെ ഡ്യൂട്ടിയിൽ പെട്ട സാധനം. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് കംപ്ലൈൻസ്, ദ എൻഷുറിങ് മെഡിക്കൽ ഡിവൈസ് പ്രോട്ടോടൈപ്പ് കമ്പയർസ് വിത്ത് FDA റെഗുലേഷൻ. FDA എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, സീനിയർ ഇൻ ദിസ് ദി ക്രിട്ടിക്കൽ, ദ അഡ്വൈസർ വർക്ക്സ് ക്ലോസ്ലി വിത്ത് റെഗുലേറ്ററി എക്സ്പെർട്സ് ടു വെരിഫൈ ദ പ്രോട്ടോടൈപ്പ് മീൻസ് ഓൾ നെസസറി ഹെൽത്ത് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്മൂത്തർ ടു മാർക്കറ്റ് അപ്രൂവൽ.